സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും ഒരു ദിവസം കൂടി യേശു നമുക്ക് തന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക, യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞ് ചെയ്യുന്ന ദാസൻ എന്ന് നമ്മൾ യേശു പറഞ്ഞൊരു ഉപമയിൽ കാണുന്നു. യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞ് ചെയ്യുക. പറഞ്ഞാൽ ചെയ്യുന്നവരുണ്ട്, പറഞ്ഞാലും ചെയ്യാത്തവരുണ്ട്, ഇഷ്ടം അറിഞ്ഞ് ചെയ്യുന്നവരുണ്ട്. മൂന്നാണ്. ഒരിക്കൽ 2 മക്കളുള്ള ഒരു അപ്പൻ പറഞ്ഞു, മോനെ, മൂത്തവനോട് പറഞ്ഞു, മോനെ ഇന്ന കാര്യം ഒന്ന് ചെയ്യാൻ പോ. ആദ്യത്തവൻ പറഞ്ഞു, പോകാം അപ്പാ. അവിടെ എഴുതിക്കുന്നത് ഞാൻ പോകാം അപ്പാ. എന്നിട്ട് അവനവിടെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ ഭാഷ പറഞ്ഞു, അവൻ മറന്നുപോയാണ് എന്തായാവും. അടുത്തവനോട് പറഞ്ഞു, മോനെ ഇന്ന കാര്യത്തിനൊന്ന് പോകുമോ. എനിക്കങ്ങ് മനസ്സില്ല, എപ്പോഴെപ്പോഴും അത് പറയും ഇത് പറയും. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് പോയി, കാര്യം ചെയ്തു. ഇതിലേത് മകനാണ് അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? രണ്ടാമത്തവൻ. ഇത്തിരി ചൂടായെങ്കിലും രണ്ടാമത്തവനാണ് അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്. മറ്റവനോ ഡയലോഗ് മാത്രമേ ഉള്ളൂ, അപ്പാ ഞാൻ പൊയ്ക്കോളാം അപ്പാ. ദൈവത്തിന് നല്ല ഡയലോഗല്ല വേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നടക്കണം, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നടക്കണം. വലിയ സമർപ്പണവും മുട്ടയിൽ നിൽക്കുന്നതും കൈ ഉയർത്തി പിടിക്കുന്നതും അല്ല ദൈവത്തിന് വേണ്ടത്. ഇത്തിരി അശപിശകൊക്കെ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ കാര്യം നടക്കണം. അപ്പോൾ ദൈവം വിളിച്ചവരെല്ലാം ഈ രണ്ടാമത്തെ മോനെ പോലെ ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും കയ്യിലിരിപ്പൊക്കെ സ്വഭാവമൊക്കെ ഇത്തിരി കുഴപ്പമാണെങ്കിലും കർത്താവ് അത് അഡ്ജസ്റ്റ് ചെയ്യും. ഇഷ്ടം ചെയ്തല്ലോ. അപ്പോൾ പറഞ്ഞാൽ ചെയ്യുന്നവരുണ്ട്, പറഞ്ഞാലും ചെയ്യാത്തവരുണ്ട്. എന്നാൽ ഇത് രണ്ടും വേണ്ട, അറിഞ്ഞ് ചെയ്യുന്നവർ. ഇതായിരുന്നു യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ചെയ്യുന്ന ഒരു പുത്രനായിരുന്നു. ദാവീദിന് ദൈവം ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ദൈവം പറയാത്ത കുറേ കാര്യങ്ങൾ ദാവീദ് ദൈവത്തിന് വേണ്ടി ചെയ്തു. അത് ദാവീദിന്റെ ഉള്ളിൽ നിന്നിങ്ങനെ വരികയാണ്. എൻ്റെ ദൈവം എന്നെ ഇത്രയും അനുഗ്രഹിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ പെട്ടകമോ തിരശ്ശീലക്ക് വെളിയിലിരിക്കുന്നു, അല്ലെങ്കിൽ അമീനാദാവിൻ്റെ വീട്ടിലിരിക്കുന്നു. ഞാൻ ദേവദാരു കൊണ്ട് നിർമ്മിച്ച അരമനയെ പാർക്കുന്നു. അയ്യോ, ഇതെങ്ങനെ വെക്കും? പുൽപ്പുറത്ത് കിടന്ന എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന്, കാട്ടിൽ കിടന്ന എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഈ രാജ്യം ഏൽപ്പിച്ച് ഇത്രയും വലിയ ദൈവത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലേ? ദൈവം ചോദിച്ചില്ലടാ, നീ എനിക്കൊരു വീട് വെക്കുമോ, നീ എനിക്കൊരു ആലയം പണിയുമോ, നീ എൻ്റെ പെട്ടകം കൊണ്ടുവന്ന് എവിടെയെങ്കിലും സേഫായിട്ട് വെക്കുമോ? ഇതൊന്നും ദൈവം ചോദിച്ചില്ല. ദൈവത്തിനെ മനസ്സിലാക്കി. എന്നിട്ട് ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് ദൈവത്തിന് വേണ്ടി എല്ലാ സ്വരുക്കൂട്ടി ജനങ്ങളോട് വാങ്ങിക്കുക കൂടാതെ ദാവീദിന്റെ സമ്പത്ത് മുഴുവനും എടുത്ത് ദേവാലയത്തിന് വേണ്ടി കൊടുത്തു. അവൻ്റെ ജീവിതത്തിൽ കിട്ടിയ, അവൻ്റെ വ്യക്തിപരമായി കിട്ടിയ നന്മകൾ പോലും ദൈവത്തിന് വേണ്ടി ചെലവാക്കി. കിട്ടിയ നല്ല 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 മരങ്ങളിൽ ഏറ്റവും നല്ലത് എടുത്ത്, ചന്ദന മരമൊക്കെ എടുത്ത് നല്ല കിന്നരങ്ങളും വാദ്യോപകരണങ്ങളും ഉണ്ടാക്കി. ആർക്കും ചെയ്യാൻ കഴിയാത്തതെല്ലാം അവൻ ചെയ്തു. അടുത്ത തലമുറകളിലേക്ക് വന്നപ്പോൾ അടുത്ത തലമുറകൾ ഇതാണ്, ഈ കിന്നരങ്ങളാണ് ഉപയോഗിച്ചത്. ദാവീദിന്റെ കിന്നരം. എവിടെയും രാജാക്കന്മാർ പോയിടത്തെല്ലാം ദാവീദിന്റെ കിന്നരം ഉപയോഗിച്ച്. അങ്ങനെയാണ് അവർ പലയിടത്തും ജയാളികളായത്. ദാവീദ് എല്ലാം ദൈവത്തിന് വേണ്ടി കരുതി വെച്ചു. പാട്ടുകൾ ചിട്ടപ്പെടുത്തി, എത്രയോ പാട്ടുകൾ രചിച്ചു, ദൈവത്തെ അങ്ങോട്ട് വർണ്ണിച്ചു. അതുകൊണ്ട് ദൈവം അവനോട് പറഞ്ഞു, നീ എൻ്റെ ഹൃദയപ്രകാരമാണ്. എന്നിട്ട് അടുത്ത തലമുറയോട് പറഞ്ഞു, ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തും. വീണുപോയി, ദാവീദിന്റെ കൂടാരം പൊങ്ങാതെ വണ്ണം വീണുപോയി. അടുത്ത തലമുറകളിലേക്ക് വന്നപ്പോൾ മുഴുവനും പോയി. ദാവീദിന്റെ മക്കള് പാപം ചെയ്ത അത്രയും വേറെ ആരും ഭൂമിയിൽ ദൈവത്തിനെതിരെ ജാതികൾ പോലും ചെയ്തില്ല. ജാതികൾക്ക്, ദൈവമില്ലാത്തവർക്ക് ഇതൊന്നും അറിയില്ല. എന്നാൽ അറിഞ്ഞ് പാപം ചെയ്തവരാണ് ദാവീദിന്റെ മക്കൾ. എന്നാൽ ദാവീദിനോടുള്ള പ്രീതി നിമിത്തം ദൈവം പറഞ്ഞു, ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തും. അതാണ് യേശു ക്രിസ്തുവിന്റെ സഭ. ഹൃദയം അറിഞ്ഞ് ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതാണ് സഭ. ഒരു മണവാളനോട് മണവാട്ടി ചേർന്നിരിക്കുന്നത് പോലെ
സഭ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം അറിഞ്ഞ് ചെയ്യണം. എൻ്റെ ദൈവം എനിക്ക് ആയുസ്സ് തന്നു, എൻ്റെ ദൈവം എനിക്ക് ആരോഗ്യം തന്നു, എൻ്റെ ദൈവം എനിക്ക് സമയം തന്നു. എൻ്റെ പ്രായക്കാർ പലരും ഇല്ല, എൻ്റെ ഒപ്പമുള്ളവരൊന്നും ഇന്ന് ജീവനോടെയില്ല, പലരും വികലാംഗരാണ്. എന്നാൽ എനിക്ക് ദൈവം ആരോഗ്യവും എല്ലാം തന്നു. എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ ആരോഗ്യം എങ്ങനെ ഉപയോഗിക്കാം, എൻ്റെ സമയം എങ്ങനെ ഉപയോഗിക്കാം, എൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം, ദൈവരാജ്യം എങ്ങനെ പണിയാം, ഇതൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല, അറിഞ്ഞ് ചെയ്യണം. ഈ പുതിയ മാസത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ചെയ്യുന്ന ഒരു ദൈവ പൈതലായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. അവനെ ആരാധിക്കുമ്പോൾ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ കർത്താവിനെ ആരാധിക്കണം. കർത്താവിനെ അതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കണം, സ്നേഹിക്കണം. അതിനായി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് അതിനായി ഒരുങ്ങാം. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Oh Lord, you're beautiful. Your face is all I see. And when your eyes are on this child, your grace abounds to me. Oh Lord, you're beautiful. Your face is all I see. And when your eyes are on this child, your grace abounds to me. I want to take your word and shine it all around. First help me just to live it, Lord. And when I'm doing well, help me to never see the crown. For my reward is bringing glory to you, Lord. Oh Lord, please light the fire that once burned bright and clear. Replace the lamp on my first love that burns with holy fear. Oh Lord, please light the fire that once burned bright and clear. Replace the lamp on my first love that burns with holy fear. Oh beautiful, oh Lord, you're beautiful. Your face is all I see. And when your eyes are on this child, your grace abounds to me. Oh Lord, you're beautiful. Your face is all I see. And when your eyes are on this child, your grace abounds to me. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ് നമ്മളായിരിക്കുന്നത്. അവിടെ 47-ാമത്തെ വാക്യം നമ്മൾ ഇന്നലെ വായിച്ചു.
ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. നിങ്ങൾ ദൈവവചനം കേൾക്കാത്തതിൽ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. കാരണം നിങ്ങൾ ദൈവസന്തതിയല്ല. നേരത്തെ യേശു കർത്താവ് അവിടെ പറയുകയും ചെയ്തു, എന്താ, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. ആ പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്, ഞങ്ങൾ ആർക്കും അടിമയല്ല, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്, ഞങ്ങൾ ജാരസന്തതികളല്ല. യേശു പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. യേശു പറഞ്ഞത് സത്യമാണ്. എന്നാൽ ഇവർ പറയുന്നതോ ഭോഷത്തരമാണ്. ഇവർ പറയണ്, അടുത്ത വാക്യത്തിൽ 48 പറയുന്നു, യഹൂദന്മാർ അവനോട്, നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ എന്ന് പറഞ്ഞു. ഇത്ര വലിയ ആക്ഷേപമാണ്. ദൈവ മനുഷ്യനായി വന്നിട്ട് ദൈവത്തോട്, അന്നത്തെ കാലത്ത് ഒരു യഹൂദനെ ശമരിയൻ എന്ന് വിളിച്ചാൽ ഏറ്റവും വലിയ നിന്ദയാണ്, ഏറ്റവും വലിയ അപമാനമാണ്. ശമരിയർക്കും യഹൂദന്മാർക്കും തമ്മിൽ സംസർഗമില്ല. അപ്പോൾ യേശുവിനെ ഒന്ന് ശമരിയൻ എന്ന് വിളിച്ചു, 2 യേശുവിന് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ യേശുവിനെ ആക്ഷേപിച്ചു. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, ആക്ഷേപിച്ചു, മോശമായി ചിത്രീകരിച്ചു, അടിച്ചു, മുറിവേൽപ്പിച്ചു, ക്രൂശിച്ചു. എന്നിട്ടും യേശു ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം വന്ന് പ്രത്യക്ഷരായത് ഈ നാട്ടുകാർക്ക് വേണ്ടി തന്നെ. അബ്രഹാമിന്റെ മക്കളെ വിടുന്നില്ല. ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. യേശു അവരുടെ എല്ലാ മോശമായ പ്രവർത്തികൾക്കും പ്രതികാരം ചെയ്തില്ല. പിതാവ്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുകയിൽ ഇവരോട് ക്ഷമിക്കണേ. യേശുവിൻ്റെ സ്വഭാവം, യേശുവിനെ ആക്ഷേപിക്കും തോറും യേശു അവരെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. യേശു വന്നത് അനുഗ്രഹിക്കാനാണ്. ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, യേശുവിനെ ക്രൂശിച്ചവരെ പോലെ യേശു അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചു. യേശു പറഞ്ഞു, നിങ്ങൾ യെരുശലേമിൽ നിന്ന് പോകരുത്. ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, യെരുശലേമിലാണ് പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കുന്നത്. യെരുശലേമിലുള്ളവരാണ് യേശുവിനെ ക്രൂശിച്ചതും യേശുവിനെ ഇല്ലായ്മ ചെയ്തതും. എന്നാൽ പരിശുദ്ധാത്മ വന്നത് യെരുശലേമിലാണ്. ഗലീലക്കാർ യേശുവിനെ പിന്നെ അംഗീകരിച്ചു. എന്നാൽ യെരുശലേം യേശുവിനെ കൈക്കൊണ്ടില്ല. യെരുശലേമേ, യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴെ കാക്കുന്നത് പോലെ കാക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. എന്നാൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയമെല്ലാം തകർന്നു പോകുന്ന ഒരു കാലം വരും എന്ന് യേശു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. യേശു ഏറ്റവും കൂടുതൽ വേദനിച്ചിടത്താണ് യേശു പരിശുദ്ധാത്മാവിനെ അയച്ചത്. ഉയരത്തിലെ ശക്തി ശിഷ്യന്മാർ ധരിച്ചത് അവിടെയാണ്. അപ്പോൾ നമ്മോട് മറ്റുള്ളവർ പറയുന്ന ആ പ്രതികരണത്തിന് ഒത്തവണ്ണം നമ്മൾ അവരോട് പെരുമാറണ്ട. നാം യേശുക്രിസ്തുവിൻ്റെ സ്വരൂപമുള്ളവരാണ്. നമ്മുടെ സാദൃശ്യം അതാണ്. നാം ആദാമിൻ്റെ സ്വരൂപത്തെ കുഴിച്ചിട്ടവരാണ്. നാം ക്രിസ്തുവിലാണ്, നാം പുതിയ സൃഷ്ടിയാണ്. യേശു അതിന് കുറച്ച് വർത്തമാനം അവിടെ പറയുന്നുണ്ട്. കർത്താവോടെ പറയുന്നത്, അതിന് യേശു, എനിക്ക് ഭൂതമില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുക അത്രേ ചെയ്യുന്നത്, നിങ്ങളും എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം പ്രമാണിക്കുന്ന ഒരുവൻ ഒരു നാളും മരണം കാണുകയില്ല. എൻ്റെ വചനം പ്രമാണിക്കുന്ന ഒരുവൻ, അവൻ ഒരിക്കലും മരണം കാണില്ല. അവൻ്റെ മരണം മാറിപ്പോവും. കാരണം ഞാൻ ജീവനാണ്, ഞാൻ നിത്യജീവൻ തരുവാൻ വന്നവനാണ്.
എന്നിൽ നിങ്ങളിലുള്ളതുപോലെ മരണത്തിൻ്റെ വാക്കില്ല, തകർച്ചയുടെ വാക്കില്ല. ഇവർ വാ തുറന്നാൽ യഹൂദന്മാർ പറയുന്നത് ശാപവാക്ക്, വേദനയുടെ വാക്ക്, നിന്ദയുടെ വാക്ക്, അപമാനത്തിൻ്റെ വാക്ക്. എന്നാൽ യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്നതോ, എൻ്റെ വചനം നിങ്ങൾ പ്രമാണിച്ചാൽ നിങ്ങളിൽ മരണം ഉണ്ടാകത്തില്ല. അവർ പറയുന്നത് നിന്നെ ഞങ്ങളിപ്പോൾ കൊല്ലാൻ പോവുകയാണ്, അതിനാണ് ഇവർ ഈ കല്ലുമായിട്ട് നിൽക്കുന്നത്. യേശുവോ അവർക്ക് നിത്യജീവൻ കൊടുക്കുവാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ കർത്താവ് എന്തിനാ വന്നത്? ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാൻ. യേശുവിനെ നമുക്കൊരു ജീവൻ തന്നാൽ പോരാ. അതാണ് ലാസറിനെ കല്ലറയെന്ന് ഉയർപ്പിച്ചത്, ജീവനാണ് കൊടുത്തത്. എന്നാൽ യേശുവിന് അതുകൊണ്ട് തൃപ്തിയായില്ല. എല്ലാവർക്കും നിത്യജീവൻ കൊടുക്കണം. അതിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ ഭൂമിയിൽ മരിക്കുന്ന ഒരാളെ ഉയർപ്പിച്ചിട്ട് കല്ലറയെന്ന് പുറത്തു കൊണ്ടുവന്ന് അവന് ഈ ഭൂമി തന്നെ വാഴിച്ചിട്ട് കാര്യമില്ല. നിത്യജീവൻ ലഭിച്ചാൽ അവൻ നിത്യ നരകത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അവൻ നിത്യതയിലേക്ക് ചേർക്കപ്പെടും. മരണത്തിന് അപ്പുറമുള്ള ഒരു ജീവിതത്തിലേക്ക് അവനായിത്തീരും. യേശു അതിനു വേണ്ടി ചെയ്യുന്നത് എൻ്റെ വചനം. അതാണ് യേശു അവിടെ പറയുന്നത്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. 47 പറഞ്ഞു, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. കേട്ടാൽ മാത്രം പോരാ, ഇത് പ്രമാണിക്കണം. ദൈവസന്തതി ദൈവവചനം കേൾക്കുന്നു. മാത്രമല്ല, അത് പ്രമാണിക്കുമ്പോൾ അവനിൽ നിത്യജീവൻ ഉണ്ടാകും. യേശുവിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കുമ്പോൾ നമ്മിൽ ജീവൻ വ്യാപരിക്കുകയാണ്. കർത്താവിൻ്റെ സഭ അതാണ്. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ ഹൃദയത്തിൽ കുത്തുകൊണ്ട 3000-ഓളം പേർ പത്രോസിനോട് ചോദിക്കുകയാണ്, സഹോദരന്മാരോടും, സഹോദരന്മാരെ, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. ഞങ്ങളിപ്പോൾ കേട്ടു. അപ്പൊ ദൈവസന്തതിയാകാനുള്ളവരെല്ലാം അന്ന് ഓടിക്കൂടി. ദൈവം അവർക്കൊരു അവസരം കൊടുത്തു. ഭൂമിയുടെ പല ഭാഗത്തുള്ളവരാണെന്ന് ഓർക്കണം. ഒരൊറ്റ പ്രസംഗം കേൾക്കാൻ വേണ്ടി ആകാശത്തിൻ്റെ കീഴെയുള്ള എല്ലാ ഭാഗത്തു നിന്നും പോയവർ, അതിൻ്റെ പ്രതിനിധികൾ ഓടിക്കൂടിയ ദൈവത്തിൻ്റെ ഒരു പ്രോഗ്രാം. യേശു എന്തിനാണ് യെരൂശലേമിൽ തന്നെ കൂടാൻ പറഞ്ഞത്? അന്ന് തന്നെ ഭൂമിയുടെ അറ്റത്തോളം ഈ രക്ഷ എത്തണം. അതിൻ്റെ സിസ്റ്റമാണത്. 3000 പേർ അന്ന് ഭൂമിയിലുള്ള എല്ലാ ഭാഷകളിലും ആ ഭാഷക്കാരുടെ ഇടയിൽ ജീവിക്കുന്നവരായി ഇവർ. അവധിക്ക് പെരുന്നാളിന് വന്നിരിക്കുകയാണ്. ബന്ധുക്കളെ കാണാനും കുടുംബത്തെ കാണാനും ആഘോഷം കഴിഞ്ഞ് തിരിച്ചു പോകാനും. ഈ സമയത്താണ് വലിയ മുഴക്കമുണ്ടായത്, കൊടിയ കാറ്റടിച്ചത്, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്നത്. ഇപ്പോൾ അവർ ചോദിക്കുകയാണ്, പത്രോസിന്റെ പ്രസംഗം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ ചോദിക്കുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവൃത്തി 2 നമുക്ക് കാണാം. അപ്പോൾ അവര് വേദനയോടെ ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, ഒന്നാമത് ചെയ്യേണ്ടത് മാനസാന്തരപ്പെടണം, മനസ്സിന് മാറ്റം വരുത്തണം, ഒരു പുതിയ മനസ്സിന്റെ ഉടമയാകണം. 2, ഓരോരുത്തൻ സ്നാനപ്പെടുന്നു. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ദൈവമായ യഹോവ വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ എല്ലാവർക്കും ഉള്ളതാണ്. ദൈവത്തിൽ നിന്ന് ദൂരസ്ഥരായവർക്കും ജാതികളായവർക്കും എല്ലാം ഉള്ളതാണ് വാഗ്ദത്തം. വാഗ്ദത്തം എന്താണ്? ഏറ്റവും വലിയ വാഗ്ദത്തം പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നാൽ അവൻ കനാനിലാണ്. പിന്നെ അവന്റെ ജീവിതം, അതായത് പാലും തേനും ഒഴുകുന്ന അനുഭവം. ഒരുവൻ രക്ഷിക്കപ്പെടുന്നതേ പരിശുദ്ധാത്മാവിലാണ്. യേശു അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങൾക്കൊരു നല്ല ജീവിതമില്ല. അതാണ് യേശുവിന് പറയാനുള്ളത്.
ഞങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അതാണ് യേശു അവരെ പഠിപ്പിക്കുന്നത്. എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. അന്ന് പത്രോസിൻ്റെ വാക്ക് കൈക്കൊണ്ടവരെല്ലാം സ്നാനപ്പെട്ടു, അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് അവർ ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വന്നു. മുട്ടുള്ളവർ അവരിൽ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ആവശ്യം പോലെ ഉണ്ടായിരുന്നു. ധാരാളം കൃപ എല്ലാവർക്കും ലഭിച്ചിരുന്നു. അവർ ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വന്നു. അവരാണ് ഭൂമിയുടെ അറ്റം വരെയും ഈ സുവിശേഷത്തെ എത്തിക്കുവാൻ ആ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ദൈവം ഏൽപ്പിച്ചത്. അല്ലാതെ ഒരു 1500-ാം ആണ്ടിലല്ല സുവിശേഷം എത്തിയത്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആ 1-ാം നൂറ്റാണ്ടിനകത്ത് തന്നെ കേരളത്തിൽ തോമാസ് ലീഗ അപ്പോസ്തലൻ വന്നില്ലേ? അപ്പോൾ തന്നെ ഭൂമിയുടെ അറ്റം വരെ പരിശുദ്ധാത്മാവിന്റെ ഉണർവിന്റെ കാറ്റടിച്ചു. ദൈവവചനം പ്രമാണിച്ച ഒരു കൂട്ടം ജനം മരണം അവർക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവരെല്ലാവരോടും ചെന്ന് പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുന്നവർ മരണം കാണുകയില്ല, നിത്യജീവൻ. തോമാസ് ലീ ഇവിടെ വന്നു. തോമാസ് ലീയെ മൈലാപ്പൂർ വെച്ച് തമിഴ്നാട്ടിൽ വെച്ച് കൊന്നുകളഞ്ഞു. തോമാസ് ലീയൊക്കെ അറിയാം, ആ ദൈവപുരുഷൻ അറിയാം, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, യേശുവിൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് മരണമില്ല. ദേഹത്തെ കൊല്ലുന്നവൻ എന്തിനാ പേടിക്കുന്നേ? അതുകൊണ്ടാണ് ആ കാലത്തുള്ളവർ രക്തസാക്ഷികളാകാൻ പേടിക്കാഞ്ഞത്. കാരണം യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് മരണമില്ല. എത്ര വലിയൊരു സത്യമാണ് യേശു പറയുന്നത്. ആരോടാ? നീ ശമരിയക്കാരൻ, നിനക്കൊരു ഭൂതമുണ്ടെന്ന് പറഞ്ഞ് യേശുവിനെ ആക്ഷേപിക്കുന്നവരോട് പറയാണ്, നിങ്ങൾക്ക് നിത്യജീവൻ വേണ്ടേ? അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് നമ്മെ ഉപദ്രവിക്കുന്ന, നമ്മെ ആക്ഷേപിക്കുന്നവർക്കും ഇത് പറഞ്ഞു കൊടുത്തേ മതിയാവും. ഈ വചനം പ്രമാണിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മരണമില്ല. മരണമേ നിന്റെ ജയം എവിടെയെന്ന് നിങ്ങൾക്ക് വെല്ലുവിളിക്കാം, പൗലോസിനെ പോലെ. ഇന്നിത് ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികൾ ഈ സത്യം നമ്മെ ആക്ഷേപിക്കുന്നവർക്ക് പോലും പറഞ്ഞു കൊടുക്കണം. ഒരാൾ പോലും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം സഭയെ സ്നേഹിച്ചെന്നല്ല, നീതിമാന്മാരെ സ്നേഹിച്ചെന്നല്ല, ലോകത്തെ, അതായത് പാപികളെ, കല്ലെറിയുന്നവരെ, സുവിശേഷ വിരോധികളെ കൂടി ദൈവം സ്നേഹിച്ചു. ദൈവത്തിന് മുഖപക്ഷമില്ല. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും വെയിലും മഴ അയക്കുന്ന ദൈവമെന്ന് യേശു പഠിപ്പിച്ചു. മുഖപക്ഷമില്ലാത്ത ദൈവം. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നിത്യജീവൻ പ്രാപിച്ച് ഈ ഭൂമിയിൽ 100 മടങ്ങ് അനുഗ്രഹിക്കപ്പെട്ട് വരുവാനുള്ള ലോകത്തിൽ നിത്യമായ ജീവിതം പ്രാപിപ്പാൻ ദൈവം സ്വന്തം പുത്രനെ നമുക്കായി യാഗമാക്കി. ഈ സത്യമാണ് ജീസസ് എവരിഡേയിലൂടെ നിങ്ങൾ കേൾക്കുന്നത്. ഇത് കേൾക്കണം. ഓരോ ദിവസവും കേട്ട് നമ്മുടെ നിത്യജീവൻ, ദൈവം നമുക്ക് തന്ന ആയുസ്സിനെ ഓർത്ത് നാം നന്ദി പറയണം. ദൈവം നമുക്ക് തന്ന സംരക്ഷണം, ദൈവം നമുക്ക് തന്ന കൃപകൾ, വരങ്ങൾ എല്ലാറ്റിനു വേണ്ടി പാടി സ്തുതിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ, മറ്റുള്ളവർക്ക് നിത്യജീവൻ പകർന്നു കൊടുക്കുവാൻ, ഈ സത്യത്തിൻ്റെ പ്രമാണത്തിലേക്ക് ജനങ്ങളെ സ്വാധീനിക്കുവാൻ കൃപകളും വരങ്ങളുമുള്ളവരായി ഈ ജനം തീരട്ടെ. ഇന്നു മുതൽ മറ്റുള്ളവരെ മരണമില്ലാത്ത ഈ നിത്യമായ ജീവിതത്തിലേക്ക്, യേശുക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളുടെ മേൽ, ഇത് കേൾക്കുന്നവരുടെ മേൽ പ്രത്യേകം കൃപ പകരണമേ. അനേക അത്ഭുതങ്ങൾ ഈ മക്കൾ കാണട്ടെ, വീടുകളിൽ കാണട്ടെ. ഇവരുടെ സാഹചര്യങ്ങളെല്ലാം അസാധാരണ വിടുതലായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ വലിയ കൃപയുടെ നദി ഒഴുകുന്നത് ഓരോ കുടുംബങ്ങളിലും ഇന്ന് മുതൽ കാണും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. കർത്താവിൻ്റെ ചിറകിൻ കീഴെ നമുക്ക് ഭദ്രമായിരിക്കാൻ ദൈവം ഇനിയും കൃപ നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു.